ചെറുതായൊന്ന് മഴ നനഞ്ഞാൽ, ഒന്ന് വെയിൽ കൊണ്ടാൽ, രാത്രിയിലൊന്ന് പുറത്തിറങ്ങിയാൽ തന്നെ കുട്ടികൾക്ക് അസുഖം വരുമെന്ന് മാതാപിതാക്കൾ പരാതി പറയാറുണ്ട്. കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ച് മാതാപിതാക്കൾക്ക് എപ്പോഴും ആദിയാണ്. കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാമെന്ന് പറഞ്ഞ് നിരവധി മരുന്നുകളും പൗഡറുകളും ഇന്ന് വിപണികളിൽ സുലഭമാണ്. എന്നാൽ കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ പരസ്യങ്ങൾ കണ്ട് ഏതെങ്കിലും മരുന്നുകളോ മറ്റോ വാങ്ങുന്നതിനു പകരം നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ നൽകിയാണ് അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ടതെന്ന് പ്രശസ്ത പോഷകാഹാര വിദഗ്ധ ലോവ്നീത് ബത്ര പറയുന്നു. പ്രകൃതിദത്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കുട്ടികളുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ഫലപ്രദമായി സഹായിക്കുമെന്നാണ് ലോവ്നീത് ബത്ര പറയുന്നത്. യഥാർത്ഥ പ്രതിരോധ ശേഷി അടുക്കളയിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നാണ് ബത്രയുടെ അഭിപ്രായം. വിപണിയിൽ നിന്ന് വലിയ വില കൊടുത്ത് പലതും വാങ്ങിക്കൊടുക്കുന്നതിനു പകരം നമുക്ക് എളുപ്പത്തിൽ കിട്ടുന്ന പോഷക സമ്പുഷ്ടമായ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. സിട്രസ് പഴങ്ങളാണ് ഇതിൽ ഒന്നാമത്തേത്. ഓറഞ്ച്, നാരങ്ങ, മുസമ്പി തുടങ്ങിയ സിട്രസ് പഴങ്ങൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നവയാണെന്നാണ് പഠനങ്ങൾ. ഇവയിൽ വൈറ്റമിൻ സിയും ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നു. പൊട്ടാസ്യം, അയൺ, കാൽസ്യം, വൈറ്റമിൻ എ, സി, B1, ഫൈബർ എന്നിവയാൽ സമ്പുഷ്ടമാണ് മുസമ്പി. മധുരവും പുളിയും അടങ്ങിയിട്ടുള്ള ഈ പഴം കണ്ണിന്റെയും വൃക്കയുടെയും ആരോഗ്യത്തിനും നല്ലതാണ്. വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ ഓറഞ്ചിനും നിരവധി ആരോഗ്യ ഗുണങ്ങളുണ്ട്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ചർമ്മത്തിന്റെ വളർച്ചയ്ക്കും ദഹനം മെച്ചപ്പെടുത്താനും ഓറഞ്ച് സഹായിക്കും. തണുപ്പുകാലം സിട്രസ് പഴങ്ങളുടെ സീസൺ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിപണിയിൽ സുലഭമായി ലഭിക്കുകയും ചെയ്യും. കുട്ടികൾ പൊതുവെ ഗ്രീൻ വെജിറ്റബിൾ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല, പ്രത്യേകിച്ച് ബ്രോക്കോളി. സൾഫോറഫെയിൻ, വൈറ്റമിൻ സി എന്നിവയാൽ സമ്പുഷ്ടമായ പച്ചക്കറിയാണ് ബ്രോക്കോളി. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ബ്രോക്കോളി സഹായിക്കും. ബ്രോക്കോളി സൂപ്പാക്കിയോ വേവിച്ചുടച്ച് ചപ്പാത്തിയാക്കിയോ പാസ്തയിലോ കിച്ചടികളിലോ ചേർത്ത് കുട്ടികൾക്ക് നൽകാവുന്നതാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള മറ്റൊരു മികച്ച മാർഗമാണ് ബദാം. ആരോഗ്യകരമായ കൊഴുപ്പുകളും വൈറ്റമിൻ ഇയും കൂടുതലായി അടങ്ങിയ ബദാം രോഗപ്രതിരോധ കോശ സംരക്ഷണത്തിനും അണുബാധകൾ തടയുന്നതിനും സഹായിക്കും. ബദാം തനിയെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ നൽകാം. ഇനി അതല്ലെങ്കിൽ ബദാം പൊടിച്ച് പായസത്തിലോ സ്മൂത്തിയിലോ പാലിലോ കലക്കിയും കുട്ടികൾക്ക് കൊടുക്കാം. എല്ലാ അടുക്കളയിലുമുള്ള മഞ്ഞളിനുമുണ്ട് ഗുണങ്ങൾ. മഞ്ഞളിലെ പ്രധാന ഘടകമായ കുർക്കുമിൻ വീക്കം കുറയ്ക്കുന്നതിനും വെളുത്ത രക്താണുക്കളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും അതുവഴി രോഗങ്ങളിൽ നിന്ന് വേഗത്തിൽ സുഖം പ്രാപിക്കാൻ സഹായിക്കുകയും ചെയ്യും. പാൽ, സൂപ്പ് അല്ലെങ്കിൽ പരിപ്പ് എന്നിവയിൽ ദിവസവും ഒരു ചെറിയ നുള്ളു മഞ്ഞൾ ചേർക്കുന്നത് നല്ലതാണെന്ന് ലോവ്നീത് നിർദ്ദേശിക്കുന്നു. പ്രകൃതിയുടെ ആന്റി ഓക്സിഡന്റ് കവചം എന്നാണ് മുള്ളൻചക്ക അഥവാ മുള്ളാത്തയെ വിളിക്കുന്നത്. ഈ പഴത്തിൽ പോളിഫെനോളുകൾ, അസെറ്റോജനിനുകൾ, വൈറ്റമിൻ സി എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം വെളുത്ത രക്താണുക്കളുടെ പ്രവർത്തനത്തെ സഹായിക്കും. നാരുകൾ അടങ്ങിയ ഈ ഫലം ദഹനാരോഗ്യത്തിന് ഏറെ ഗുണകരവുമാണ്. അതേസമയം കുട്ടികൾക്ക് ഏത് ഭക്ഷണം നൽകുമ്പോഴും അവർക്ക് അലർജിയുണ്ടോ എന്നത് ശ്രദ്ധിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഭക്ഷണങ്ങൾ തുടർന്ന് നൽകാവൂ.